നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് പിന്നാലെ പ്രതിപക്ഷ തിരിക്കേണ്ടി വന്ന LDF മുന്നണിക്കുള്ളിൽ ഇപ്പോൾ പദവികളെ ചൊല്ലിയുള്ള കടുത്ത ആഭ്യന്തര കലഹമാണ് അരങ്ങേറുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അതീവ പ്രകോപിതനായും സ്വരം കടുപ്പിച്ചുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. മുന്നണിയിൽ ഇല്ലാത്ത ഒരു പ്രശ്നം എന്തിനാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പദവിയെ ചൊല്ലി പ്രശ്നമുണ്ടായിട്ടുണ്ടോ എന്നുമാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ താൻ മുൻപ് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴത്തെയും നിലപാടെന്നും ആർക്കാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്നും പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ ചോദിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഇനിയും കാണുമെന്നും തമ്മിൽ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും വ്യക്തമാക്കുമ്പോഴും CPIയുടെ ആവശ്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നത്. പുറമേക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് CPM വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും CPI ഈ വിഷയത്തിൽ കടുത്ത അമർഷത്തിലാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ CPIക്ക് അനാവശ്യമായ വാശിയില്ലെന്ന് ബിനോയ് വിശ്വം വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ CPMന്റെ ഏകപക്ഷീയമായ ശൈലിക്കേറ്റ കടുത്ത പ്രഹരമാണ്. LDFനകത്ത് ഭൂരിപക്ഷം കാണിച്ച് വോട്ടെടുപ്പിലൂടെ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായി ഒട്ടും ആരോഗ്യകരമല്ലെന്നാണ് ബിനോയ് വിശ്വം തുറന്നടിച്ചത്. CPIയുടെ വാതിൽ എല്ലാ കാലത്തും ചർച്ചകൾക്കായി തുറന്നു വെച്ചിരിക്കുമെന്നും തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ CPMനെ പരസ്യമായി കുറ്റപ്പെടുത്തിയില്ലെന്നും പറയുമ്പോഴും വോട്ടെടുപ്പ് നടത്തി തങ്ങളെ ഒതുക്കാൻ നോക്കണ്ടെന്ന മുന്നറിയിപ്പാണ് CPI നൽകുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി തന്നെ തീർക്കണമെന്നും തങ്ങളുടെ ന്യായമായ നിലപാടുകൾ പറയുന്നത് കൊണ്ട് തങ്ങളുടെ മുന്നണിയിൽ ആരുടെയും ശത്രുപക്ഷത്താവില്ലെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് ഓർമ്മിപ്പിച്ചു. നേരത്തെ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഈ വിഷയം തീർന്ന അധ്യായമാണെന്നായിരുന്നു പിണറായി വിജയൻ അവകാശപ്പെട്ടത്. എന്നാൽ CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പ്രതിപക്ഷ ഉപസ്ഥാനത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് കഥ മാറുന്നത്. ഇതേക്കുറിച്ച് ഇന്ന് വീണ്ടും ചോദിക്കുമ്പോഴാണ് എന്ത് വിട്ടുവീഴ്ചയാണ് ഇതിൽ വേണ്ടത്, ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടതെന്ന് പിണറായി വിജയൻ ദേഷ്യത്തോട് ചോദിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇരു പാർട്ടികളും സൗഹൃദം നടിക്കുന്നുണ്ടെങ്കിലും അണിയറയിൽ വൻ പോരാണ് നടക്കുന്നത്. പ്രതിപക്ഷത്ത് CPMന് പുറമെ മറ്റൊരു ഉപനേതാവ് ഉണ്ടാകുന്നത് പിണറായി വിജയന്റെ മുന്നണിയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് വലിയൊരു തിരിച്ചടിയാകും. നിയമസഭയ്ക്കുള്ളിലും മുന്നണിക്കുള്ളിലും തന്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കുമെന്ന് പിണറായിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ CPIയുടെ ഈ ഒരു ആവശ്യത്തിന് ഒരു കാരണവശാലും വഴങ്ങിക്കൊടുക്കില്ലെന്ന കടുപ്പിടുത്തത്തിലാണ് അദ്ദേഹം. ഒരു വശത്ത് CPMന്റെ വലിയേട്ടൻ മനോഭാവവും മറുവശത്ത് പദവികൾക്കായി കടും പിടുത്തം പിടിക്കുന്ന CPIയും ചേർന്ന് ഇടതുമുന്നണിയെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. മുന്നണിയിലെ ആഭ്യന്തര തർക്കങ്ങൾ പോലും ജനാധിപത്യപരമായി തീർക്കാൻ കഴിയാതെ വോട്ടെടുപ്പ് നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. പിണറായിക്ക് മേൽ അല്ലെങ്കിൽ പിണറായിക്കൊപ്പം ഒരാൾ എന്നത് ഇന്നും ആ പാർട്ടിയിൽ അസാധ്യമാണ്.